ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കൂടെ കാറിലിരുന്ന് ഇവിടം വരെ എത്തിയ ഗാഥ ഇതല്ല. നവീൻ എന്താ ഈ പറയുന്നേ? സത്യം. അല്ല, എങ്ങനെ മാറ്റം ഉണ്ടായത്? എന്ത് മാറ്റം? എടോ, താനെന്തിനെങ്ങനെ പരിഭ്രമിക്കുന്നേ? ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നത് മമ്മിയുടെ അടുത്തുനിന്നും പറിച്ചു നട്ടതിന്റെ പേരില് വേദന കടിച്ചമർത്തി കൂടെ നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്ന താൻ പണ്ട് ഞാൻ കണ്ട അതേ ഗാഥ, അതേ പ്രസരിപ്പ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അതായിരുന്നു. എന്റെ മമ്മിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മമ്മിയുടെ അടുത്ത് കുറച്ചു നേരം വെറുതെ എങ്ങനെ നിന്നാ എനിക്കൊരു പവർ കിട്ടും. എന്തിനേയും നേരിടാനുള്ള ഒരു പവർ. ഓക്കെ, പക്ഷേ തൽക്കാലം കിട്ടിയ പവർ അവിടെ ഇരിക്കട്ടെ. മമ്മിയിൽ നിന്ന് കൂടുതൽ പവറൊന്നും സ്വീകരിക്കാൻ നിൽക്കണ്ട. കാരണം എന്താണെന്നറിയോ? എന്താ? സിത്താര മേഡത്തിൽ നിന്ന് കൂടുതൽ പവർ സ്വീകരിച്ചാലേ താനിപ്പോ എന്റെ കൂടെ നടക്കുന്ന ഗാഥയാവില്ല, മറിച്ച് പഴയൊരു ഗാഥ ഉണ്ടായിരുന്നില്ലേ, ആക്സിഡന്റിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരാള്, അതായിട്ട് മാറിപ്പോ. ആ ഗാഥയെ നവീൻ ഇഷ്ടമായിരുന്നല്ലോ. ഇഷ്ടമായിരുന്നു, പക്ഷേ പുതിയ ഗാഥയോട് അതിനേക്കാൾ ഏറെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്റെ ഇപ്പോഴുള്ള രീതികളൊന്നും ചേഞ്ച് ചെയ്യണ്ട. നാശം പിടിച്ചവളെ പോലെ ഞാൻ പെരുമാറണമെന്നാ പറയുന്നേ. കഷ്ടം. എന്തേ ആലോചിക്കുന്നു? ഒന്നുമില്ല. നവീൻ ഇത് കുടിച്ചോ. ഇന്നത്തെ പോലെ ഇതിന്റെ പാതി തനിക്ക് തരട്ടെ. എന്ത്? എടോ, ഇന്നലെ മണിയറിലേക്ക് വന്നിട്ട് താൻ പാല എന്റെ നേരം നീട്ടിയപ്പോഴാണല്ലോ ഉണ്ടായിരുന്ന ബോധം തനിക്ക് പോയത്. അല്ല, വേണ്ട വേണ്ട, ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഓർത്തുപോയാൽ അത് ഇത്രയും നേരം എൻ്റെ കൂടെ നടന്നിട്ട് മമ്മിയുടെ അടുത്തെത്തി എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആള് വീണ്ടും ഡൗൺ ആവും. സോ ഇന്നത്തെ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. അതൊരിക്കലും ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസേ നമ്മുടേതാ. യെസ്, ഈ കോൺഫിഡൻസ് മമ്മിയുടെ അടുത്ത് വന്നപ്പോ കിട്ടിയതാണെങ്കിൽ അതിരുന്നോട്ടെ, ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോ ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി. യെസ്, ഇന്നാണ് എല്ലാം മറന്ന് നമ്മൾ ഒന്നിക്കാൻ പോകുന്നത്. സോ പകലിന് നീളം കുറയട്ടെ, രാത്രി പെട്ടെന്ന് വരട്ടെ, അല്ലേ? എടോ, സോറി, ഒരു ചെറിയ കട്ടുറുമ്പ്. എന്താ? നമ്മുടെ മാണിക്കുഞ്ഞന്നെ, അയാൾക്ക് 1-2 മെയിലിന് റിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് 2-3 മിനിറ്റ്സ്, ഞാനിപ്പോ വരാം. എന്താ നവീൻ ഇത്? നമ്മള് എന്ത് രസമായിട്ട് സംസാരിച്ചു വരുമായിരുന്നു. അതിനെന്താടോ? ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് ബാക്കിയില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ജീവിതം മുഴുവനും നമ്മുടെ മുമ്പിലില്ലേ? നമുക്ക് സംസാരിക്കാടോ. സംസാരിച്ച് അങ്ങ് ആഘോഷികളെ പോരെ? ഞാനിപ്പോ വരാം. മോൾ ഇതുവരെ വന്നില്ലല്ലോ സുനന്ദേ. അവള് വരും തങ്കേച്ചി. വലിയ തറവാടല്ലേ, അവിടുത്തെ കല്യാണ ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതിന്റെ തിരക്കിലായിരിക്കും. എത്ര തിരക്കുണ്ടേലും പക്ഷേ അമ്മയെ മറക്കുവോ? തങ്കേച്ചി, എന്തേത്? എല്ലാ സാഹചര്യങ്ങളും കൃഷ്ണയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. തങ്കേച്ചിയുടെ ആഗ്രഹം പോലെ അവൾ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് എത്തുകയും ചെയ്തു. എന്നിട്ടും ഇങ്ങനെ പരാതി പറയാന്ന് വെച്ചാ? എന്ത് പരാതി? സ്വന്തം മോളുടെ താലികെട്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കണ്ടു. അവൾ എന്റെ അടുത്ത് വന്നപ്പോ
വേലക്കാരിയുടെ ഒരു സ്ഥാനവും കിട്ടി. അതിന് ഞാൻ വിഷമിച്ചില്ലല്ലോ. അവളെ അനുഗ്രഹിച്ചതല്ലേ ഉള്ളൂ. എന്നാലും ആ മോനൊരു വാക്ക് പറഞ്ഞല്ലോ, കൃഷ്ണയെ വളർത്തി വലുതാക്കിയ ആളെ കാണാൻ കൃഷ്ണയും കൂട്ടി വരാന്ന്. അത് ഞാൻ പ്രതീക്ഷിച്ചു. അത്രേ ഉള്ളൂ. തങ്കേച്ചി ഇത് കുടിക്ക്. കൃഷ്ണ വന്നില്ല എന്നും പറഞ്ഞ് തങ്കേച്ചി നല്ല സങ്കടത്തില്. പെട്ടെന്ന് വിളിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റുമോ? കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ സുനന്ദേ. വരുമ്പോ വരട്ടെ. ഗോപാലേട്ടാ, ദേ കൃഷ്ണ. നിങ്ങൾ രണ്ടുപേരും കൂടി എത്തുമെന്ന് പറഞ്ഞ അമ്മ കാത്തിരിക്കുക. ഇനി അതുണ്ടാവില്ല. എന്നോട് അവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു. ഇനി മുതല് നവീന്റെ ഭാര്യ ഗാഥയാണ്. മോളെ, വേഷം കെട്ടല് കഴിഞ്ഞു. വാങ്ങിയ കാശിനുള്ള പണിയെടുത്ത് തീർത്തു. ഇനി അങ്ങോട്ട് പോവണ്ട. മോളെ, അമ്മയോടിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം. മോളെ, അമ്മേ, മോളെ. മോളെ, അമ്മേന്റെ അടുത്തൊന്ന് എത്താൻ എനിക്ക് തിടുക്കായിരുന്നു. ഇനി അമ്മയ്ക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ, പറയാനുള്ളതൊക്കെ പറഞ്ഞു. എനിക്കെന്റെ അമ്മയാണ് ജീവൻ. അമ്മയോട് പറയാതെ ജീവിതത്തില് ഒരു കാര്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയെ പറ്റിച്ചു. അമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നപ്പോ ഞാൻ താലി കെട്ടാൻ പോയി. അതിലും വലിയ ക്രൂരതയൊന്നും ആരും സ്വന്തം അമ്മയോട് ചെയ്തിട്ടുണ്ടാവില്ല. ദേ, അമ്മയ്ക്ക് പരാതിയുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അമ്മ അമ്മ ആഗ്രഹിച്ചതെന്താ? എന്റെ മോള് ഒരു സങ്കടവും ഇല്ലാതെ ജീവിക്കണം. അതിന് പറ്റിയ ഒരിടത്ത് എത്തണം. നിനക്ക് സന്തോഷം മാത്രം തരുന്ന ഒരു ചെറുക്കൻ നിന്റെ കൂടെ എന്നും ഉണ്ടാവണം. അതല്ലേ? അതൊക്കെ നടന്നല്ലോ.